നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഗോതമ്പ് മാവും റവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ സമയം കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇപ്പോൾ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ബൗളിലോട്ട് ചെറു ചൂടുപാൽ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അരക്കപ്പിൽ 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് മുഴുവനോടെ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് പഞ്ചസാരയും പാലും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ എപ്പോഴും പൊടിച്ച പഞ്ചസാര എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റോ അല്ലെങ്കിൽ ലോ ഫാറ്റ് പാൽ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അതായത് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കും. ഇച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ബദാം, കാഷ്യൂനട്ട്, പിസ്താഷ്യം. ഇത് കൂടാതെ തന്നെ വാൾനട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. അപ്പോൾ ഇത് ചേർക്കണം നിർബന്ധമില്ല. ചേർത്താൽ ഈ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് നട്ട്സ് കഴിക്കാനും കൂടെ കിട്ടും. മിക്സിയിൽ ഒരു ചെറിയ ജാറിലോട്ട് നട്ട്സ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു ബൗളിലോട്ട് 1/2 കപ്പ് റവ ചേർക്കാം. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഗോതമ്പ് മാവാണ് ചേർക്കേണ്ടത്. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ ഗോതമ്പ് മാവ് കൂടി ചേർത്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർക്കാം. ഏലാം പൊടിച്ച് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർത്തെടുക്കാം. ഇനി അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്തെടുക്കാം. ഇതിപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നാളികേരം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം തവയിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അതും കൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ചേർക്കുന്നത്. ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പാലും പഞ്ചസാരയുടെ മിക്സ്ചർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കാരണം പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിലോട്ട് വന്ന് കിടക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ പാല് കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ടുള്ളത്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കാരണം ഇതിൽ ചേർക്കുന്ന പാലിൻ്റെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. കാരണം ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തത്. കുറച്ചും കൂടി പാല് വേണ്ടി വരും. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പാലും കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് റെഡിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പല രീതിയിൽ ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാം. പക്ഷേ കുറച്ചും കൂടി എനിക്ക് ഈസിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി നിരത്തുന്ന പലക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാവ് വച്ചതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു റോളർ വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് നിരത്തുന്ന മാതിരി ഇതുപോലെ ഒന്ന് നിരത്തിയെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നിരത്തിയെടുക്കാനായിട്ട് പറ്റില്ല, പൊടിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ പാല് നമുക്ക് ആവശ്യാനുസരണം പാല് ചേർത്തിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കേണ്ടത്. അതുപോലെ നിരത്തുമ്പോൾ ഇങ്ങനെ ചപ്പാത്തി പലക ചെറുതായിട്ടും ചുറ്റിച്ച് നിരത്തിയെടുക്കുക. ഒരു മീഡിയം തിക്നെസ് അല്ലെങ്കിൽ മീഡിയം കനത്തിൽ വേണം ഇതൊന്ന് നിരത്തിയെടുക്കാനായിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ചൊന്ന് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു സൈസാക്കിയാൽ നമുക്കൊരു 4 ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് മെല്ലെ ഒന്ന് എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ പതുക്കെ എടുക്കണം കേട്ടോ, പൊട്ടിപ്പോവാത്ത രീതിയിൽ എടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തും കൂടി കൊടുക്കുക. ബിസ്ക്കറ്റിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടോ, ഇതേ രീതിയിലാണ് ബിസ്ക്കറ്റ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചും കൂടി കട്ടിയൊക്കെ ആക്കിയിട്ട് ഒന്ന് നിരത്തിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ പൂരിക്കൊക്കെ മാവ് തയ്യാറാക്കില്ല, അതുപോലത്തെ ബോൾസ് ആക്കിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്. അടുത്തായിട്ട് ബിസ്ക്കറ്റിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ചെറിയ ഹോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹോളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നമുക്കിഷ്ടം അങ്ങനെ ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ലൈൻ കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതുപോലെ ബാക്കി കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഷേപ്പാക്കിയിട്ട് ബാക്കി വന്ന മാവും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയെടുത്ത് ഷേപ്പ് ചെയ്ത് എടുക്കാം. എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 25 ബിസ്ക്കറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചിലതിന് മാത്രമേ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ബിസ്ക്കറ്റിന് തിക്നെസ് ഇതാണ്, ഇങ്ങനെ വരും. പിന്നെ ലൈൻ കൊടുക്കുമ്പോൾ അത് ഇതുപോലെ വരും. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഒന്നുകിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഒരു കടായിലോട്ട് റിഫൈൻഡ് ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബിസ്ക്കറ്റ് എണ്ണയിലിട്ട് കൊടുക്കുക. ഒത്തിരി ക്രൗഡഡ് ആയിട്ട് ഇടല്ലേ, കാരണം നമുക്ക് തിരിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേഗത്തുമില്ല. എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നാൽ മാത്രമേ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിനുശേഷം മാത്രമേ ഇത് തിരിച്ചിടാവൂ. ഇതിപ്പോൾ ഒരു സൈഡ് ഏതാണ്ടൊന്ന് ആയിട്ടുണ്ട്, കണ്ടോ, കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തിരിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ശരിക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് നിരത്തുന്ന സമയം കൊണ്ട് എണ്ണ ചൂടാകാനായിട്ട് വയ്ക്കുക. പിന്നെ ഓരോ ബിസ്ക്കറ്റ് റെഡി ആകുമ്പോഴത്തേക്ക് ഓരോ ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആദ്യത്തെ സെറ്റ് ബിസ്ക്കറ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ സമയം നമ്മളിത് തൊട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോകരുത്, ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ബിസ്ക്കറ്റ് നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്താൽ മാത്രമേ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതേ നോക്കൂ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മധുരത്തിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി മധുരമില്ല, എന്നാലും പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. അതല്ല കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. മാർക്കറ്റിൽ നമുക്ക് പല വെറൈറ്റിയിൽ ബിസ്ക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. എങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന മധുരവും അതുപോലെ തന്നെ നെയ്യുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൽ നട്ട്സും കൂടി ചേർത്തുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് നട്ട്സും കൂടി കഴിക്കാനായിട്ട് കിട്ടും. നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ, ഇപ്പോൾ കുട്ടികൾ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ബിസ്ക്കറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അവർക്കെടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്